It's all start with a breath. വെൽക്കം ടു 5 minutes virtual challenge. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ശ്വാസത്തിൽ നിന്നാണ്. ജീവിതം അവസാനിക്കുന്നതും ഒരു ശ്വാസത്തിലാണ്. ജീവിതം ഈ രണ്ട് ശ്വാസങ്ങളുടെ ഇടയിലുള്ള കാലയളവാണ്. റിസർച്ചുകൾ പറയുന്നു, നമ്മൾ എങ്ങനെ ശ്വസിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇമോഷൻ, നമ്മുടെ ലൈഫ് സ്പാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി വരുന്ന 4 മിനിറ്റും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കൂടെ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശ്വസിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് പ്രാക്ടീസും ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അനുനാസിക ബ്രീത്തിങ് ആണ്. അത് നമ്മൾ ഓരോ നോസ്ട്രലിൽ മാറി മാറി ചെയ്യാണ്. അതിനാദ്യം വേണ്ടത് നമ്മുടെ നാസിക മുദ്ര. നമ്മുടെ ചെറുവിരൽ മോതിര വിരലും ഇതേപോലെ വെക്കുക, നമ്മുടെ തള്ളവിരലും വെക്കുക, നമ്മുടെ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും മടക്കി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് നോസ്ട്രലിലൂടെ ശ്വാസം എടുക്കണം. അപ്പം ലെഫ്റ്റ് നോസ്ട്രൽ പതുക്കെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് ശ്വാസം എടുക്കുക. ഞാനൊന്ന് കാണിക്കാം. ആദ്യം ശ്വാസം എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിന്നെ ശ്വാസം വിടുമ്പോൾ ഷോർട്ട് ബേസ്റ്റ് ആയിട്ട് വിടണം. പതുക്കെ പതുക്കെ ഇങ്ങനെ. ഇപ്പം ഞാൻ ഒന്ന് കാണിക്കാം. കംപ്ലീറ്റ്ലി എക്സേൽ ചെയ്യണം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നാസിക മുദ്ര, കണ്ണുകൾ അടയ്ക്കുക, നടു നിവർന്നാണെന്ന് നോക്കുക, മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക. ആദ്യം ലെഫ്റ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്യുക, റൈറ്റ് നോസ്ട്രലിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഷോർട്ട് ബേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വിടുക. കംപ്ലീറ്റ്ലി എക്സേൽ ചെയ്യുക. 3 പ്രാവശ്യം ചെയ്യാം. ഇനി 2 പ്രാവശ്യം കൂടി ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. എക്സേൽ, കംപ്ലീറ്റ്ലി എക്സേൽ. വീണ്ടും ശ്വാസം എടുക്കുക. എക്സേൽ, കംപ്ലീറ്റ്ലി എക്സേൽ. കണ്ണുകൾ അടച്ച് തന്നെ ഇരിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഇനി നമ്മുടെ തള്ളവിരൽ തമ്പ് വെച്ചിട്ട് നമ്മുടെ റൈറ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്യുന്നു. ലെഫ്റ്റ് നോസ്ട്രലിലൂടെ ശ്വാസം എടുക്കുന്നു. ഷോർട്ട് ബേസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നു. അപ്പം ഇൻഹലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, കംപ്ലീറ്റ്ലി എക്സേൽ ചെയ്യുക. വീണ്ടും ഇൻഹേൽ ചെയ്യുക. എക്സേൽ, കംപ്ലീറ്റ്ലി എക്സേൽ. അതിനുശേഷം കൈകൾ മടക്കി മുട്ടിനോട് കൊണ്ടുവയ്ക്കുക. നടു നിവർന്നാണ് നോക്കുക. നമ്മുടെ ശ്രദ്ധ മൂക്കിലേക്ക് കൊണ്ടുപോവുക. ഒരു ദീർഘശ്വാസം എടുക്കുക. പതുക്കെ ശ്വാസം മൂക്കിലൂടെ തന്നെ വിടുക. നമ്മുടെ മൂക്കില് ഏതെങ്കിലും മൂക്ക്
ശ്വാസം വിടാൻ തടസ്സമുണ്ടോ എന്ന് നോക്കുക. ഒരു ഡീപ് ബ്രീത്തും എടുക്കുക. ശ്വാസം ഹോൾഡ് ചെയ്യുക. പതുക്കെ ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസത്തിന്റെ സ്പീഡ് നോക്കുക. നമ്മുടെ ഉള്ളിൽ പറയുക, എവരി ബ്രെത്ത് my mind sharpens. പതുക്കെ ഒരു പുഞ്ചിരിയോട് കണ്ണുകൾ തുറക്കുക. ഏതെങ്കിലും മൂക്കിൽ തടസ്സമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് അയക്കുക. നിങ്ങൾക്ക് അതിലുള്ള സൊല്യൂഷൻ തരുന്നതായിരിക്കും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി അനുസരിച്ച് നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ എനർജി ലെവല് ഫോക്കസും കൂടുന്നതായി കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ വായയിൽ കൂടെ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയും ഫോക്കസും കുറയുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക. യുവർ ബ്രെത്ത് ഈസ് യുവർ പവർ. ദ വേ യു ബ്രീത്ത് ഈസ് ദ വേ യു ലിവ്. താങ്ക് യു. നാളെ കാണാം.